ജീവിതത്തിൻ്റെ പല വഴികളിലും പ്രതിബന്ധങ്ങളിൽ വീണുപോകാറുള്ള ആൾക്കാരാണ് നമ്മൾ. എന്നാൽ ഇന്ന് മഅ്ദിൻ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു അതിഥി ഏറെ പ്രത്യേകതയുള്ള ഒരാളാണ്. എല്ലാ വഴികളും അടഞ്ഞപ്പോഴും എങ്ങനെയാണ് ജീവിച്ച് മുന്നേറേണ്ടതെന്ന് കാണിച്ചതെന്ന് മറ്റുള്ളവർക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുന്ന ലോകത്തിന് മുഴുവൻ മാതൃകയായ ഡോക്ടർമാർ പോലും 100% വൈകല്യമുള്ള ആളാണ്, ഡിസേബിൾഡ് ആണെന്ന് പറഞ്ഞിട്ടും അതിൽ ബാക്കി നിൽക്കുന്ന 1% പിടിച്ച് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രിയപ്പെട്ട ഒരു അതിഥി. അതാണ് ഇന്ന് മഅ്ദിൻ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഏറെ പ്രത്യേകതകളുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ, ബ്ലോഗറായ, മോട്ടിവേഷണൽ സ്പീക്കറായ തൻഷാൻ കണ്ണൂർ. ഒരുപാട് സന്തോഷം തോന്നുകയാണ് ഈ ഒരു അവസരത്തിൽ. സൃഷ്ടാവിന് നന്ദി പറയുകയാണ് ഈ ഒരു അവസരത്തിൽ. ആദ്യമായിട്ട് ഞാൻ ഇന്ന് പ്രതീക്ഷിക്കാതെയാണ് മഅ്ദിൻ അക്കാദമിയിലെത്തുന്നത്. ഉസ്താദിനോട് ആദ്യമേ അങ്ങോട്ട് ഉസ്താദ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇവിടം വരെ എത്താൻ സാധിച്ചു. എൻ്റെ പേര് തൻഷാൻ എന്നാണ്. കുറച്ച് ആളുകൾക്ക് എന്നെ അറിയാമായിരിക്കും. ഡോക്ടർമാർ 100% ഡിസേബിൾഡ് ആണെന്ന് പറയുന്ന വ്യക്തിയാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഞാൻ എല്ലാ വേദികളിലും പറയാറുണ്ട്, അതിലൊരു ശതമാനം കൊണ്ട് എന്തൊക്കെയാണ് 100-99% മാറ്റി വെച്ച് കഴിഞ്ഞാൽ 1% തന്ന അള്ളാഹു തന്ന ഒരുപാട് കഴിവുകൾ നമ്മളുടെ ഉള്ളിൽ എന്തായാലും ഉണ്ടാവും. ആ 1% വെച്ചിട്ടാണ് ഈ ലോകത്ത് ഏറ്റവും ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവിധ അനുഗ്രഹങ്ങളുമുള്ള ആളുകളോടൊപ്പം ഞാൻ സഞ്ചരിക്കുന്നത്. അപ്പോൾ എൻ്റെ പരിമിതി വെച്ച് ഞാനിന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. ഇന്ന് സോഷ്യൽ മീഡിയയിൽ 3 ലക്ഷത്തിനടുത്ത് ഫോളോവേഴ്സ് ഉണ്ട്. അതുപോലെ ഒരുപാട് ആളുകൾക്ക് ട്രെയിനിങ് എടുക്കാനും പ്രോഗ്രാം എടുക്കാനും ഗസ്റ്റായിട്ടൊക്കെ ഇന്ന് പോകാൻ സാധിക്കുന്നു. അപ്പോൾ എന്തായാലും ഇനി എന്ത് അനുഗ്രഹമില്ലെങ്കിലും നമുക്ക് ഇവിടം വിട്ട് പോയി കഴിഞ്ഞാൽ, അതായത് ഒരു സോങ് തന്നെ ഉണ്ട് അതിൽ, സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിൽ പിന്നെന്തിനു ക്ലേശം സാരമില്ല നിന്നില്. സ്വർഗം നമുക്കൊരു മസ്കനായിട്ട് കിട്ടുവാണെങ്കിൽ പിന്നെ ഈ ലോകത്ത് എന്ത് സംഭവിച്ചാലും ഒരു പ്രശ്നമല്ല. അപ്പോൾ ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് ഭാഗ്യവാന്മാരാണ്. ധാരാളം വൈകല്യങ്ങളുണ്ട്, പക്ഷേ തൻഷാൻ്റെ മനസ്സിന് യാതൊരു വൈകല്യവും ബാധിച്ചിട്ടില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ഒരു മെമൻറ്റോ കൊടുത്തപ്പോൾ തൻഷാൻ പറഞ്ഞ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമാണ്. അങ്ങനെ എല്ലാം വലുതായി കാണുക അവരുടെ മനസ്സാണ് ഏറ്റവും വലിയ മനസ്സ്. അതേ സ്ഥാനത്ത് എന്താകുകയാണെങ്കിൽ ഏത് ചെറിയ വിഷമം വലുതായി കാണുക, അനുഗ്രഹങ്ങൾ ചെറുതായി കാണുക. ഇവിടെയാണ് തൻഷാൻ ഇത്രയും ഈ ഉന്നത സ്ഥാനത്ത് തൻഷാൻ എത്താൻ കഴിഞ്ഞു. എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഒന്ന് എൻ്റെ ഉമ്മയാണ്. കാരണം ഇത്രയും ത്യാഗം സഹിച്ച് എന്നെ എടുത്തുകൊണ്ട് പോയിട്ടൊക്കെ എന്നെ പഠിപ്പിച്ചതും, അതേപോലെ തന്നെ എനിക്ക് പല വിധത്തിൽ എന്നെ എല്ലാം നോക്കി നടത്തുന്നത് എൻ്റെ ഉമ്മയാണ്. അതാണ് എൻ്റെ ആദ്യത്തെ ഭാഗ്യം. കാരണം പഠിച്ചവന് അത്രയും കരുണ ഉള്ള ആൾക്കൊക്കെ അങ്ങനെ ഒരു മകനെ കൊടുക്കുകയുള്ളൂ. അതായിട്ട് ഏറ്റവും ഭാഗ്യമായി കാണുന്നു. ഞാൻ ഇവൻ്റെ നാട്ടിൽ ഖത്തീബായിരുന്നു. അപ്പോൾ ഇവൻ്റെ ഉപ്പയാണ് അവിടുത്തെ സെക്രട്ടറി അന്നുണ്ടായിരുന്നത്. അപ്പം ഇങ്ങനെ ഒരാളുണ്ട് എന്നറിഞ്ഞപ്പോൾ ഞാനവിടെ കാണാൻ പോവുകയും, അപ്പോൾ ഇവൻ്റെ പരിഭവങ്ങൾ, ഇവന് സ്വന്തമായിട്ട് ബാത്റൂമിൽ പോകാൻ വരെ കഴിയാത്ത അവസ്ഥ പറഞ്ഞ് ജീവിതം അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ അവസാനിക്കണമെന്ന് അതിനുവേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന അവസ്ഥയായിരുന്നു അന്ന്. അപ്പോൾ അവനെ നല്ലൊരു പാതയിലേക്ക് കൊണ്ടുവരാൻ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നിരന്തരമായിട്ടുള്ള പരിശീലനങ്ങളും ഒക്കെ നൽകി അൽഹംദുലില്ലാഹ് ഈ നിലയിലേക്ക് അവൻ സ്വയം പരിവർത്തനപ്പെട്ട് അവൻ്റെ കഠിനമായ പ്രയത്നം കൊണ്ട് നമ്മുടെ വാക്ക് അതേപോലെ ശിരസാ വഹിച്ചുകൊണ്ട് ഈ നിലയിലേക്ക് എത്തി കാണുമ്പോൾ വളരെ അതിയായ സന്തോഷം. അല്ലാഹുവിന് വലിയ ശുക്ർ ചെയ്യാൻ വേണ്ടി നമ്മുടെ മനസ്സ് പാകപ്പെട്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് പോലും ചെറിയ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന രീതിയിലേക്ക് മാറി. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒന്നുമില്ലാത്ത ഒരു സ്ഥാനത്ത് നിന്ന് ഇവിടെ എത്താൻ പറ്റുവാണെങ്കിൽ അവർക്കൊക്കെ ഒരുപാട് നിസ്സാര സംഗതികൾക്ക് വേണ്ടിയാണ്. അവരൊരു പാഠമായിട്ട് എല്ലാം ഒരു ദൃഷ്ടാന്തമാണല്ലോ. കുറച്ചിന് ഓരോന്നിനും ഞാൻ മാത്രമല്ല കേട്ടോ, ഒരുപാട് ആളുകൾ അങ്ങനെ ദൃഷ്ടാന്തത്തിലുണ്ട്. അത് കണ്ട് പഠിക്കുക, അവർക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ.